സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് കസേരയെ ചൊല്ലി മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ വൻ തർക്കം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായി എത്തിയ ഡോക്ടർ KJ റീനയ്ക്ക് ചുമതലയേൽക്കാൻ കഴിഞ്ഞില്ല. പകരം ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ മീനാക്ഷി കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. രണ്ടുപേരും തമ്മിൽ തർക്കം മൂർച്ഛിച്ചതോടെ പോലീസ് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെത്തി രംഗം ശാന്തമാക്കി. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ നാണക്കേടിലാണ് ആരോഗ്യവകുപ്പ്. DHS ആസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പകർച്ചവ്യാധി പ്രതിരോധ യോഗം ചേരാനായില്ല. ഡോക്ടർ റീനയുടെ സ്ഥലമാറ്റം സ്റ്റേ ചെയ്ത ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. സംസ്ഥാനത്ത് നിപ മുതൽ കുരങ്ങുപനി വരെ നേരിടുന്ന സമയത്ത് ആരോഗ്യവകുപ്പിൽ അനിശ്ചിതത്വം തുടരുകയാണോ? ആരോഗ്യവകുപ്പിൽ ഏകോപന വീഴ്ചയെന്ന ആക്ഷേപം ഇന്നത്തെ കസേരകളിയോടെ കൂടുതൽ വ്യക്തമാവുകയാണോ? കാണാം RDX. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായാണ് ഡോക്ടർ KJ റീന ചുമതലയേൽക്കാനെത്തിയത്. വിധി പ്രകാരം തനിക്ക് ഔദ്യോഗിക കസേരയിലിരുന്ന് ചുമതലയേൽക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പകരം ചുമതലയിലുണ്ടായിരുന്ന ഡോക്ടർ മീനാക്ഷി കസേര വിട്ടു നൽകിയില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഉത്തരവോ നിർദ്ദേശമോ ലഭിക്കാതെ താൻ കസേര ഒഴിഞ്ഞു തരില്ലെന്ന നിലപാടിലായിരുന്നു ഡോക്ടർ മീനാക്ഷി. ഓഫീസിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ ഉടനടി ഇടപെട്ട് പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും തങ്ങളുടെ നിലപാടുകളിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. രണ്ടുപേരും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചതോടെ പോലീസ് DH ആസ്ഥാനത്തെത്തി. ഉദ്യോഗസ്ഥർ തമ്മിൽ കസേരയെ ചൊല്ലി DHS ഓഫീസിലുണ്ടായ പോരിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോരിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ നാണക്കേടിലാണ് ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി കാലത്ത് അവധിക്ക് അപേക്ഷിച്ചു എന്നതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോഗ്യവകുപ്പ് റീനയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അവധിക്ക് അപേക്ഷിച്ചില്ലെന്നും റീന ട്രൈബ്യൂണലിന് മുന്നിൽ വ്യക്തമാക്കി. ഇതോടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് ഉണ്ടാകില്ലെന്നാണ് ആരോഗ്യമന്ത്രി K മുരളീധരന്റെ പ്രതികരണം. RDX റാപ്പ് ന്യൂസ് മലയാളം. ആരോഗ്യവകുപ്പിന്റെ മീറ്റിംഗുകളിൽ ഉൾപ്പെടെ തന്നെ പങ്കെടുപ്പിക്കുന്നില്ലെന്നും കോടതി വരരുതെന്ന് പറയുന്നതുവരെ ഓഫീസിലേക്ക് വരുമെന്നും ഡോക്ടർ KJ റീന മാധ്യമങ്ങളോട് പറഞ്ഞു. കസേരയിൽ നിന്ന് മാറുന്ന കാര്യം ഡോക്ടർ മീനാക്ഷിയോട് ചോദിക്കണമെന്നും ഡോക്ടർ KJ റീന പറഞ്ഞു. മീറ്റിംഗ് എന്നെ പങ്കെടുപ്പിക്കില്ലല്ലോ. അവർ മാറാൻ തയ്യാറല്ലേ ഇപ്പോഴും? അത് എന്നോട് ചോദിക്കുന്നതിന് പകരം അവരോട് ചോദിക്കുന്നതാണ് നല്ലത്. ഏതായാലും DHS ആണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി വരരുതെന്ന് പറയണവരെ വരും. സോഫാർ എനിക്കൊന്നും അറിയില്ല. കോടതി പറയുന്നത് അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. പ്രതിസന്ധികൾ ബാധിക്കില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രി K മുരളീധരന്റെ പ്രതികരണം. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും K മുരളീധരൻ പറഞ്ഞു. പ്രതികരണത്തിന്റെ ആവശ്യമില്ല. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് നടക്കും. ഒട്ടും ബാധിക്കില്ല. അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും വകുപ്പ് ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ് വകുപ്പ് മന്ത്രി പറഞ്ഞത്. പകർച്ചവ്യാധികളുടെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരം ആവശ്യമില്ലാത്ത ഒരു അലമ്പ് ആരോഗ്യവകുപ്പിൽ അദ്ദേഹം കൂടി മുൻകൈ എടുത്ത് വരുത്തി വെച്ചിരിക്കുന്നത്. എന്താ തനീഷിന് തോന്നുന്നു? കൃത്യമായിട്ട് അതായത് 102 സീറ്റ്, അതായത് ജനം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ ഭരിക്കൂ എന്ന് പറഞ്ഞ് അധികാരത്തിലേറ്റിയിരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. 102 സീറ്റ് കൊടുത്തിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിനെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്ത് VD സതീശനെ പോലൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ആരോഗ്യവകുപ്പ്, അതും കേരളത്തിൽ മഴയാണ്, മഴക്കാലമാണ്. ഇപ്പോൾ വലിയ ശക്തമായിട്ടുള്ള മഴയില്ലെങ്കിലും മഴക്കാലമാണ്. മഴക്കാലം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാകുന്ന സാഹചര്യമുള്ള കാലമാണ്. ആരോഗ്യവകുപ്പിന് ഏറ്റവും കൂടുതൽ വലിയ പണിയുള്ള ആരോഗ്യവകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന കാലത്ത് 102 സീറ്റ് വാങ്ങിയിട്ട് സമ്പൂർണ്ണ അധികാരത്തോടെ ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ആരോഗ്യവകുപ്പിലേക്ക് ഒരു പൗരൻ നോക്കിയാൽ കാണുന്നത് എന്താണ്? ഒരു സീറ്റ്, 2 പേര്, 2 പ്രധാനപ്പെട്ട ഡോക്ടർമാർ. ഈ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഡോക്ടർ റീന, ഡോക്ടർ മീനാക്ഷി, ബഹുമാന്യത അർഹിക്കുന്ന 2 പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകൾ കൂടെ വഹിക്കേണ്ടത്, ഇനി അങ്ങോട്ടും വഹിക്കേണ്ടുന്ന ഈ കാര്യങ്ങളെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകേണ്ടുന്ന ചുമതലയുള്ള 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുമായിട്ടുള്ള ആളുകൾ ഇങ്ങനൊരു കസേരയ്ക്ക് വേണ്ടിയിട്ട് അടിപിടിക്കേണ്ടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത് അവരുടെ കുഴപ്പമാണോ? അല്ല. ഇത് ഡോക്ടർ KJ റീനയുടെ കുഴപ്പമാണോ? അല്ല. ഡോക്ടർ മീനാക്ഷിയുടെ കുഴപ്പമാണോ? അല്ല. അവരെ ഈ പ്രതിസന്ധിയിലേക്ക് ആര് കൊണ്ടുവന്നെത്തിച്ചതാണ്? ആര് കൊണ്ടുവന്നെത്തിച്ചാണ്? K മുരളീധരൻ കൊണ്ടുവന്നെത്തിച്ചാണ്. ഈ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഭരണ ചുമതലയിലുള്ള മന്ത്രിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരനാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ 2 ഡോക്ടർമാരെയും അത് കാണേണ്ടി വരുന്നൊരു സങ്കടകരമായ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ജനത, നമ്മളടക്കമുള്ള ആളുകളെയും എത്തിച്ചത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് K മുരളീധരനെ ഈ നിമിഷത്തിൽ അറിയിക്കുക എന്നാണ് കേരളം ചെയ്യേണ്ടുന്നൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷക്കാലം അതിനു മുമ്പും ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിനന്ദിച്ച വകുപ്പ്
ഈ ആരോഗ്യവകുപ്പായിരുന്നു അല്ലേ? രാഷ്ട്രീയമായിട്ട് ശരിയാണ്, കേരളത്തിൽ 10 വർഷമായിട്ട് ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എതിർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പിനെതിരെ ഏറ്റവും കൂടുതലായിട്ട് വിമർശനങ്ങൾ ഉയരും. ചില സംഭവങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, ആ തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ അവിടേക്ക് വന്നു. പക്ഷേ ലോകരാഷ്ട്രങ്ങളടക്കം അംഗീകരിച്ച, ലോകരാഷ്ട്രങ്ങളിൽ പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെയും ആരോഗ്യ സംവിധാനങ്ങളുടെ സജീവ ശ്രദ്ധയിലേക്ക് അവരവരുടെ കണ്ണ് നട്ടിരിക്കുന്ന ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്കാണ്. അങ്ങനെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മാറിയത് ഈ പറയുന്ന മന്ത്രിമാരുടെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടല്ലേ. ഇപ്പോൾ വീണ ജോർജിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു, അതിനു മുമ്പ് കെ ശൈലജയുടെ കാലത്ത് ഈ കോവിഡ് വന്നപ്പോൾ എന്തുമാത്രം വലിയ ഒരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു സ്ഥലമായിരുന്നു ആരോഗ്യവകുപ്പ്. പ്രതിപക്ഷ നേതാക്കൾ അതിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായിട്ട് നമുക്കിതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കണ്ട് എതിർത്തു എന്നല്ലാതെ എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ളിൽ ഇവർ നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ എന്ന് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരോടും അറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ലോകശ്രദ്ധയിൽപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പിനകത്ത് നിന്ന് ഇപ്പോൾ കാണുന്ന ഈ സാഹചര്യം ഉണ്ടാക്കിയത് ഈ മന്ത്രിയാണ്. അതായത് എന്താണ് KJ റീനയെ, ഇവർക്ക് KJ റീനയെ മാറ്റാം. എങ്ങനെ KJ റീന കഴിഞ്ഞ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനോട് ഒരു ഇടതുപക്ഷ സർക്കാരിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്ന ഒരു എതിർപ്പ് അവർക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയമായിട്ട് അപ്പുറത്ത് ഒരു ചിന്തയുണ്ടായിരുന്ന ആളുകൾ, ഉദ്യോഗസ്ഥർ ആ നിലക്ക് കഴിഞ്ഞ സർക്കാരിനോട് വേണ്ട വിധത്തിൽ ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം രാഷ്ട്രീയ വിദ്വേഷം ഈ സർക്കാരിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഉദ്യോഗസ്ഥർ അവരുടെ പണിക്ക് വിട്ട്, പ്രത്യേകിച്ചും ഈ മേഖലയിലൊക്കെ അങ്ങനെ വിടേണ്ടതാണ്. പക്ഷേ എന്നാലും അങ്ങനെ ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടും പിന്നെ മറ്റും അവരെ വേണമെങ്കിൽ സ്ഥലം മാറ്റാം. ഈ സർക്കാർ വന്നപ്പോൾ എത്ര ആളുകളെ സ്ഥലം മാറ്റി. സർക്കാർ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ സ്ഥലം മാറ്റം തുടങ്ങിയെന്നല്ലേ നമ്മൾ അറിഞ്ഞു. അപ്പോൾ സ്ഥലം മാറ്റാം. പക്ഷേ സ്ഥലം മാറ്റുമ്പോൾ എന്താ ഉണ്ടായത്? നമ്മളിപ്പോൾ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? അവർ 15 ദിവസം അവധി ചോദിച്ചു എന്ന ഒരു വ്യാജമായ കാര്യം അവർക്കേറെ പറഞ്ഞു. ഡോക്ടർ KJ ഉത്തരവാക്കി എഴുതി കൊടുത്തു, ഉത്തരവായിട്ട് രേഖയിൽ എഴുതി കൊടുത്തു. അപ്പോൾ നമ്മൾ വസ്തുത നോക്കുമ്പോൾ 2 ദിവസത്തേക്ക് മാത്രമേ അവർ അവധി ചോദിച്ചിട്ടുള്ളൂ. ഈ 2 ദിവസം അവധിയാകുമ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കാൻ കേട്ടോ എന്നുകൂടെ ആ കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടും നമ്മൾ അറിയുന്നു. അപ്പോൾ കള്ളം രേഖയിൽ എഴുതിയിട്ട് രേഖാമൂലമാക്കിയിട്ട് ഈ മന്ത്രിയും വകുപ്പും അവർക്ക് കൊടുത്തു. എന്നിട്ട് അവർ ശബരിമലയ്ക്ക് വേണ്ട സഹായം ചെയ്യുന്നില്ല എന്നൊരു വ്യാജമായ ആരോപണം കൂടെ ഇവർക്കെതിരെ പറഞ്ഞു. പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന് സാധിച്ചില്ല, ഒന്നുകൂടെ ആവർത്തിക്കാൻ സാധിച്ചില്ല. കാരണം അത് കള്ളമാണ് എന്ന് ആ നിമിഷം തന്നെ വ്യക്തമായി. ഇതിപ്പോൾ കള്ളമെന്നല്ല, വസ്തുതാവിരുദ്ധം എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ കള്ളം എന്ന് തന്നെ പറയണം. ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ കള്ളം ഉത്തരവിൽ എഴുതി കൊടുത്തു ഈ ആരോഗ്യവകുപ്പ്, ഈ ആരോഗ്യമന്ത്രി വന്നതിൻ്റെ ഒരു 10 ദിവസം കഴിയുന്നതിന് മുമ്പ്. ഇതേ കാര്യം ട്രിബ്യൂണലിൽ മനസ്സിലായതുകൊണ്ടാണല്ലോ, ആദ്യ നോട്ടത്തിൽ മനസ്സിലായതുകൊണ്ടാണല്ലോ ട്രിബ്യൂണൽ പറഞ്ഞു ഇത് റദ്ദാക്കിയ കാര്യം ശരിയായില്ല, ഇവരെ ഒഴിവാക്കിയ കാര്യം ശരിയായില്ല. അങ്ങനെയാണല്ലോ അവരവരുടെ കസേരയിലേക്ക് പോയത്. പക്ഷേ അവിടെ ഡോക്ടർ മീനാക്ഷിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. കാരണം അവരോട് സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഇവരെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു, നിങ്ങളാണ് DHS എന്ന്. സ്വാഭാവികമായിട്ട് അവരോട് വന്നിരുന്നു, അവർക്ക് കസേര എഴുന്നേക്കാൻ പറ്റില്ല. കാരണം അവർ പറയുന്നുണ്ട് സർക്കാരാണ് എന്നെ നിയമിച്ചത്, സർക്കാർ എന്നോട് പറഞ്ഞാൽ ഞാൻ മാറാം. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട ആളുകളെ വലിയ ക്രൈസിലാക്കി ആരാണ്? അതായത് ആരാണ് ഈ ക്രൈസിലാക്കിയത്? കെ മുരളീധരൻ ഒരാൾ. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ കരുതിയത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് ഏൽപ്പിക്കാവുന്ന ആളെ തന്നെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെതായിട്ട് വളരെ കോമഡി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ഒരുപാട് വന്നിരുന്നു കോവിഡ് കാലത്തൊക്കെ. ഇതാ വെയിലടിച്ചാൽ മാറിപ്പോകുന്ന സൂക്കടല്ലേ കോവിഡ്, ഒരാഴ്ച അത് കഴിഞ്ഞപ്പോൾ പോകും, വളരെ നിസ്സാരമായിട്ടാണ് അത്. പിന്നെ ആ കാലത്ത് കുറേ ആളുകൾ അങ്ങനെ പറഞ്ഞത്. MK മുനീറിൻ്റെ പ്രസ്താവന ഓർമ്മയുണ്ടോ? ഇവിടെ ഒരുപാട് അഴുക്കും രോഗാണുക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വേഗം ചത്തുപോകും, ഈ കാര്യം എന്നായിരുന്നു. അതുകൊണ്ട് അതൊരു കോമഡി എന്ന മട്ടിൽ ഇപ്പോൾ KM ഷാജി പറഞ്ഞില്ലേ, അത് പ്രതിപക്ഷത്തായിരിക്കും ഞങ്ങൾ അറബിക്കടൽ എറിയാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഈ കൊണ്ടുപോയിട്ട് അറബിക്കടൽ എറിയാൻ പറ്റുമോ? അപ്പോൾ ഇവർ പ്രതിപക്ഷ കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചാലും ഏറ്റവും സീനിയോറിറ്റിയുള്ള കാര്യക്ഷമതയുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നൊരു രാഷ്ട്രീയ നേതാവിനെയാണ് ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് എന്താ സ്ഥിതി? ഇതാണ് സ്ഥിതി. അപ്പം നമ്മൾ കാണുന്നത് കെ മുരളീധരൻ്റെ കാലത്ത് ആദ്യ നോട്ടത്തിൽ തന്നെയും സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും വകുപ്പ് മന്ത്രിയുടെയും കുറ്റകരമായ ഇടപെടൽ എന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യത്തിൻ്റെ ഉപഫലമായിട്ട് 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അതും ഇതുപോലെ ആരോഗ്യ വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരിക. ഇന്നൊരു യോഗം മുടങ്ങി. അപ്പോൾ അത് സംഭവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കെ മുരളീധരനാണ് ഇതിന് ഉത്തരവാദി. കെ മുരളീധരനോട് എഴുന്നേറ്റ് നിന്ന് കേരളം നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ എന്ന് ഈ ദിവസങ്ങളിൽ തന്നെ കുറച്ച് ശക്തമായിട്ട് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും അക്കാര്യത്തിലൊരു സംശയമില്ല. അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് ഒരു ആദ്യം പറഞ്ഞ എന്താണ്, ആദ്യത്തേത് 3 വർഷം പൂർത്തിയാക്കി. 3 വർഷം പൂർത്തിയായ സ്ഥിതിക്ക് അവരെ സ്ഥലം മാറ്റി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്, തുരപ്പം പണി കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത്. അതായത് ഇത് ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയ്ക്കാണ് അത് നടപ്പായത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്താ,
15 ദിവസം എന്നുള്ളത് തെറ്റായ ഒരാരോപണം അവർക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ട് അത് രേഖയാക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് അത് ചെറിയ കാര്യമാണോ? ഒരു നുണ രേഖയാക്കി അവതരിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചു. അതുകൊണ്ടാണല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ള കാര്യം കൂടി അവരെടുത്ത് പറഞ്ഞ് സർക്കാരിൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് അവരെ വീണ്ടും പുനഃസ്ഥാപിച്ചത് ആ സ്ഥാനത്ത്. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? കോടതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കോടതിയിൽ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അവർക്ക് സൗകര്യപ്രദമായ അവർക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് മാറ്റിയത്. ഇവിടെ പുറത്ത് മൈക്കിന് മുന്നിൽ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച എന്തോ ഭീകരമായി കാര്യങ്ങൾ എഴുതി കൊടുക്കണ്ടേ? കോടതിയിൽ പറയണ്ടേ ഇവർ തുരപ്പൻ പണി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കിയെന്ന് എഴുതി കൊടുക്കണ്ടേ? കോടതി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമല എഴുതി കൊടുത്തിട്ടില്ല, തുരപ്പൻ പണി കാണിച്ച കാര്യം എഴുതി കൊടുത്തിട്ടില്ല, ഈ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആകെപ്പാടെ ഉള്ള പ്രശ്നം എന്താണ്? ഇല്ല, സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് 3 വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് തലം മാറ്റി എന്നൊക്കെ പറഞ്ഞ് തടി ഊരാനുള്ള നാണം കെട്ട ശ്രമം ഈ ഘട്ടത്തിൽ നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക്, അതായത് സനീഷെ, ഈ മാസം ആരംഭിച്ചതിന് ശേഷം 24 പേരിൽ കൂടുതൽ ഈ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമാണോ? ഈ മാസം ഈ ജൂൺ മാസത്തിൽ ഇതുവരെ അത്രയും ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വർദ്ധിക്കുകയാണ്. ഷിഗല്ലയുടെ കാര്യത്തിലായാലും ഇനി മഴ കൂടുതൽ ശക്തമാകാനിരിക്കുന്നു. ഈ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികളൊന്നും കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കാരണമെന്ന്. അപ്പോൾ കൂടുതൽ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഈ മന്ത്രി ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അതുമാത്രമല്ല, ഇവർ 30 വർഷത്തെ സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ ഇച്ചിരി താൻപോരിമയും തൻ്റെ ഒക്കെ ഉള്ളവരായിരിക്കും. ചിലപ്പം ഉദ്യോഗസ്ഥരുമായിട്ടും അല്ല ഗവൺമെൻറ്റുമായിട്ടൊക്കെ ചില തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടാവാം. ഇതൊക്കെ ഓക്കെ. പക്ഷേ ഗുരുതരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് ചലിപ്പിക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിയ പരിചയസമ്പന്നയായ ഒരു ഉദ്യോഗസ്ഥയെ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് സ്ഥലം മാറ്റണമെങ്കിൽ ചില്ലറ വിവരക്കേടൊന്നും പോരാ. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് ഉത്തരവാദിത്വം കെ മുരളീധരനുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതിന് ഈ തഗ് ഡയലോഗ് അടിച്ച് രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ആ തഗ് പണിയാണ് ഉത്തരവിലും കാണിച്ചു വെച്ചത്. ഈ 15 ദിവസത്തേക്ക് അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, എനിക്ക് വയറിളക്കമായിരുന്നു, വയറിളക്കം ആയതുകൊണ്ടാണ് 2 ദിവസത്തെ അവധി വേണമെന്ന് പറഞ്ഞത്. ആ 2 ദിവസത്തെ അവധി ഉണ്ടായാൽ അവധിയിൽ പ്രവേശിച്ചാലും ഞാൻ ഈ മീറ്റിങ്ങുകളിലെല്ലാം ഓൺലൈനായി പങ്കെടുത്തോളാമെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ട് പോലും അത് സമ്മതിക്കാതെ 15 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷിച്ചു. എന്നിട്ട് ഈ ഗുരുതരമായ സാഹചര്യം ഉള്ളപ്പോൾ അവരങ്ങനെ അവധിയിൽ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് മാറ്റി എന്നാണ് പറയുന്നത്. അടുത്ത 2027 ഏപ്രിൽ വരെ സർവീസുള്ള ഉദ്യോഗസ്ഥയാണ് അവർ. ഈ മഴക്കാലം കടത്തിവിടും അവരുടെ നേതൃത്വത്തിൽ തന്നെ കടത്തിവിടാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ ഇനി അവർക്ക് രാഷ്ട്രീയമായ തീരുമാനമെടുത്ത് ഇവരെ സ്ഥലം മാറ്റണമെങ്കിൽ കുറച്ചുകൂടി അവധാനതയാകാമല്ലോ. ഏത് സമയത്താണ് മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം വേണ്ടേ? ഈ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന പല വകുപ്പുകളിലും ഉദ്യോഗസ്ഥരെ ഇനിയും സ്ഥലം മാറ്റാനുണ്ട്. കാരണം എന്താ, ഈ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൊണ്ട് സ്ഥലം മാറ്റാൻ ധാരാളം പേരെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ പല വകുപ്പുകളിലും ഇതുപോലെ മണ്ടത്തരം കാണിക്കുകയില്ല മന്ത്രിമാർ. അവരെന്താ വെച്ചാൽ ഈ ഓരോ സാഹചര്യങ്ങളൊക്കെ പഠിച്ച് പതുക്കെ അവധാനതയോടെ സ്ഥലം മാറ്റാനിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ഗൗരവമുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പിന് കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാലത്ത് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഈ ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് മണ്ടത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവിക്കുന്നത് എന്താണ്, ഇനിയിപ്പോൾ ഇവർ കോടതിയിലേക്ക് പോകുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, മന്ത്രിയുടെ ഈഗോ. അതായത് ഇവരെ സ്ഥലം മാറ്റി ഇവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ട്രൈബ്യൂണലിലൂടെ, അത് പറ്റില്ല എന്നുള്ള ഈഗോ ആണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇനി ആരോഗ്യ വകുപ്പിലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അതായത് മഴയൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ രോഗാവസ്ഥയും സാഹചര്യങ്ങളും വരും, അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മന്ത്രി കെ മുരളീധരൻ്റെ ഈഗോ ആണ് എന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കേണ്ട, ഈഗോ ആയിരിക്കും. അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നല്ല സ്റ്റേറ്റ്സ്മാൻ ചെയ്യുന്നത് പോലെ ഈ കാര്യങ്ങളെ സമവായത്തിൽ പരിഹരിക്കാൻ നോക്കുന്നതാണ് സത്യത്തിൽ ഈ കോടതിയും കേസുമായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അത്രയൊന്നും രാഷ്ട്രീയ പരിചയമോ അദ്ദേഹത്തിൻ്റെ ഒട്ടും ഭരണപരിചയമോ ഇല്ലാത്ത നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈഗോ മാറ്റി വെച്ചോ, കാരണം ഈഗോ ആണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്നത്. ഇതിനകത്ത് എന്താണ് ഇനി നാളെ കാണാൻ പോകുന്നത്? നാളെയും റീന അവിടെ ചെന്നിരിക്കും. ഇനിയിപ്പം കൂടുതൽ സമാന്തരമായി ഇപ്പോൾ ഇന്നത്തെ ആദ്യ ദിവസത്തെ ഒരു കൺഫ്യൂഷനപ്പുറത്തും മറ്റു മീറ്റിങ്ങുകളിലൊക്കെ മറ്റു സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ അവർ തേടുമായിരിക്കും. പക്ഷേ അവർ വീണ്ടും അവിടെ പോയിരിക്കും. ഈ രംഗങ്ങൾ തന്നെയാണ് ഈ പകർച്ചവ്യാധി കാലത്ത് നമ്മളെല്ലാം കാണേണ്ടി വരിക, അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടി വരിക. അത്തരമൊരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇത് വേറൊരു കാര്യവും കൂടിയുണ്ട് സനീഷ. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതിപ്പോൾ അവർ DHSൻ്റെ സ്ഥാനത്ത് അവരിരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഈ ഘട്ടത്തിൽ നിയമപോരാട്ടമൊക്കെ അവിടെ നടത്തിക്കോട്ടെ, പക്ഷേ അവർ ആ സ്ഥാനത്ത് അവരെ പുനരവരോധിച്ചിട്ടുണ്ടെങ്കിൽ
അവർ തന്നെ ആ സ്ഥാനം കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതല്ലേ സർക്കാർ ആലോചിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഒരു സീൻ സൃഷ്ടിക്കുകയാണോ വേണ്ടത്? സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ മീനാക്ഷിക്ക് അവിടുന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്കായിരിക്കും അടുത്ത ട്രാൻസ്ഫർ ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ അവസ്ഥ ഒരാളെയല്ലെന്നേ, രണ്ടാളെ പ്രയാസപ്പെടുത്തി പരിഹാസ്യമാക്കിയില്ലേ. ഇപ്പോൾ ഡോക്ടർ മീനാക്ഷി, ഞാൻ പറയുന്നത് ഡോക്ടർ മീനാക്ഷിയാണ് ഇവർ DHS ആയിട്ട് ഇവരുടെ സർക്കാരിൻ്റെ കാലത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബഹുമാന്യതയും ആ തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാവകാശവും കിട്ടേണ്ടുന്ന ഡോക്ടർ മീനാക്ഷിയെ ഇങ്ങനെ ഒരു ക്രൈസിസ് എന്ന് പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ റീന മാത്രമല്ല, റീനയോട് കഴിഞ്ഞ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കൂടെ എന്തോ രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷമുണ്ട് എന്ന് കരുതുക. ഡോക്ടർ മീനാക്ഷി ഇവരുടെ ആളാണല്ലോ സ്വാഭാവികമായിട്ടും, അങ്ങനെയാണല്ലോ ഇവർ കണക്കാക്കുണ്ടാവുക. അവരെ കൂടെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ നിസ്സാരമായി കണ്ടുപോകാൻ കഴിയാത്ത ഒരു കാര്യം. ഈ ശബരിമലയിലെ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള മട്ടിലാണ് ഇവരിടപെട്ടത് എന്നൊക്കെയുള്ളത് മനഃപൂർവ്വം ആരോപിച്ചതാണ്. അതായത് വൈകാരികമായി തന്നെ ശബരിമലയുടെ ആ സെന്റിമെന്റ്സിനെ കൂടി ചൂഷണം ചെയ്ത് അങ്ങ് കൈകാര്യം ചെയ്ത് കളയാം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് പറഞ്ഞത്. അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചു. രണ്ടാമത് അദ്ദേഹം ആവർത്തിക്കുന്നില്ല ആ ആരോപണം. അത് ഇനി ആവർത്തിച്ചാൽ കുഴപ്പമാകുമെന്ന് അറിയാം. അതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വരാഹിത്യം അത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം മന്ത്രിയായപ്പോൾ നമ്മൾ പറഞ്ഞാണ് KPCCക്ക് ഒരു ആസ്ഥാനം കൊള്ളാവുന്നത് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അഡ്മിനിസ്ട്രേഷൻ ആ നിലയ്ക്ക് പാർട്ടിക്കുള്ളിൽ അറിയാവുന്ന ആളാണ് അദ്ദേഹം. വീക്ഷണം രണ്ടാമത് തുടങ്ങി വെച്ച ആളാണ്. ഒരു ചാനൽ തുടങ്ങിയ ആളാണ്. പാർട്ടി പരിമിത 4 വർഷത്തെ KPCC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ട് ഈ സംഘടനയെ തരക്കേടില്ലാതെ, അതായത് ഒരു ഭാഗത്ത് KK കരുണാകരനും 10-35 MLA-മാരുടെ പുകിലുണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മാറി മാറി ഭരിക്കുന്ന കാലത്ത് ഇതിനിടയിൽ നിന്ന് ഈ സംഘടനയെ മൊത്തത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് ഇടപെട്ട ആളാണ്. കോൺഗ്രസിനെ ആ നിലയ്ക്ക് മുമ്പോട്ട് നയിച്ച ആളൊക്കെയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഇവിടെ കാണിക്കാൻ കഴിയുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനെടുത്താൽ പിന്നെ മുൾക്കിരീടമാകുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു മുൾക്കിരീടം ഇതുവരെ എടുത്തിട്ടില്ല. ഇത് സ്വയം മുൾക്കിരീടമാക്കാൻ കൊള്ളാം. ഇതിപ്പോ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയ കിരീടത്തിന്റെ മുകളിൽ മുള്ളാണി അടിച്ചു കയറ്റാണ് എന്നിട്ട് അത് വെക്കാൻ. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പകർച്ചവ്യാധികൾ കൊണ്ട് പൊറുതിമുട്ടുന്ന കാലം. ആ കാലത്താണ് ആരോഗ്യ വകുപ്പിലെ ഈ കസേരകളി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നിപ്പ, ഷിഗല്ല, മലേറിയ, വൈറൽ പനി, ഡെങ്കിപ്പനി, എലിപ്പനി, കുരങ്ങുപനി, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ അസുഖങ്ങളാണ് നിസ്സാര ദിവസത്തിനകം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം പാളി എന്ന് ഇതിനോടകം തന്നെ ആരോഗ്യമന്ത്രി സമ്മതിക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ DHS സ്ഥാനത്തെ ചൊല്ലിയുള്ള ചക്കളത്തിപ്പോര് സംസ്ഥാനത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുകയാണ്. രോഗപ്രതിരോധത്തിന് ചുമതല ഏർപ്പെടുത്തിയ ഹൈപ്പവർ കമ്മിറ്റി യോഗം പോലും ചേരാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പോലൊരു പ്രധാന പദവിയിൽ തർക്കവും നാടകവും തുടരുന്നതിൽ മഹാകഷ്ടമാണ് എന്നേ തൽക്കാലം പറയാനുള്ളൂ. പകർച്ചവ്യാധി കാലത്ത് ജനങ്ങളെ ആശങ്കയിലാക്കാൻ മാത്രമേ ഇത്തരം കസേരകളി കൊണ്ട് സാധിക്കൂ എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ RDX ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്.